എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. GYMAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസസ്. ആ മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ മൊഡ്യൂൾ, അതായത് അവസാനത്തെ മൊഡ്യൂളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഏറ്റവും പ്രാധാന്യാർഹമായ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇനിയിപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ മൊഡ്യൂളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നോക്കിയോളൂ. ഒബ്റ്റെയിൻ ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f(x) = mod sin x in -π < π എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, -a to a ആണ്. അപ്പോൾ നമുക്ക് ഓഡ് ഈവൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റും. f(x) = മോഡുലസ് ഫംഗ്ഷൻ sin x is an odd function ആൻഡ് ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് sin x ഓഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ മോഡുലസ് ഉള്ളത് കൊണ്ട് അതെന്തായി മാറി? ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറി. കാരണം മോഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുലാസ് ആദ്യമേ എഴുതി വെക്കാം. എന്താണ്? f(x) = a0/2 പ്ലസ് സിഗ്മ n = 1 to infinity an cos n pi x divided by L plus sigma n = 1 to infinity bn sin n pi x divided by L. ഓക്കെ, a0ന്റെ ഫോർമുല എന്താണ് നോക്കുക. a0 എന്ന് പറയുന്നത് a0 = 1/L integral alpha to alpha plus 2L f(x) dx. an = 1/L integral alpha to alpha plus 2L f(x) into cos n pi x divided by L dx. bn = 1/L integral alpha to alpha plus 2L f(x) into sin n pi x divided by L dx. അപ്പം -a to a എന്നുള്ള രീതിയിലുള്ള ഒരു ലിമിറ്റ് ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓഡ് ഈവൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിനകത്ത് ആരായിരിക്കും 0 ആയി പോകുന്നുണ്ടാവുക? ഇവിടെ f(x) എന്ന് പറയുന്നത് ഒരു എന്ത് ഫംഗ്ഷനാണ്? ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, mod sin x. ഇതും ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുത്താലും ഈവൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന് ആൻസർ ഉണ്ടാവും. ഓക്കെ, -a to a ഓഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് 0 ആവുന്നത്. ഇവിടെ ഈവൻ ഫംഗ്ഷൻ ആണ്. sin x is an odd function. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷന് മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ കാണുന്ന bn എന്താണെന്ന് നമുക്ക് ആദ്യമേ ഉറപ്പിച്ച് വെക്കാം. 0 ആയിരിക്കും അല്ലേ? bn എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? a0ഉം an മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ bn 0 ആണെന്ന് നമുക്ക് ആദ്യമേ തന്നെ കൺഫേം ആണ്. കാരണം -a to a ഒരു ഈവൻ ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? നോക്കുക. സോ a0 = 1/L. L എന്ന് പറയുന്നത് b - a/2 അല്ലെ? L = b - a/2. ശരിയല്ലേ? ഇതാണ് നമ്മുടെ a വാല്യൂ, ഇതാണ് നമ്മുടെ b വാല്യൂ. b - a/2 എന്ന് പറഞ്ഞാൽ π - -π/2 = π + π divided by 2 = 2π/2 = π. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലിൻ്റെ വാല്യൂ കിട്ടി. പൈ ആണ് എല്ലിൻ്റെ വാല്യൂ. ദെൻ സോ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എന്താണ് വരിക? mod sin x dx. ഇൻ്റഗ്രൽ -a to a ഈവൻ dx എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇൻ്റഗ്രൽ -a to a f(x) dx = 2 into 0 to a f(x) dx if f(x) is an even function. ഓക്കെ, സോ നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതെന്ത് വരും? 1/π ഇൻറ്റു 2 into 0 to π mod sin x. 0 to π sin x-ന്റെ വാല്യൂ മോഡുലസ് എഴുതണമെന്നുള്ളത് ആലോചിക്കാം. mod x എന്ന് പറയുന്നത് mod x-ന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതാം. mod x is equal to mod sin x is equal to sin x for x greater than 0 and minus sin x for x less than 0. 0-നേക്കാൾ വലുതാണെങ്കിൽ mod sin x എന്ത് തന്നെയായിരിക്കും? sin x തന്നെയായിരിക്കും. പിന്നെ മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല.
കാരണം എന്താ, അല്ലെങ്കിൽ ഗ്രാഫ് വെച്ചിട്ട് നോക്കുക. 0 to π നോക്കണേ. സൈനിന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരുന്നത്? 0 π/2 π. സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്, സൈൻ 180 0 ആണ്. ഓക്കെ, അതായത് 0 മുതൽ π വരെ സൈൻ എക്സിന്റെ വാല്യൂ ഒബ്വിയസ്ലി പോസിറ്റീവ് ആണ്, നെഗറ്റീവിലേക്ക് പോകുന്നില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, 0 മുതൽ π വരെ നമുക്ക് മോഡ് കോസെക്സ് ആണ് ചോദ്യമെങ്കിൽ, മോഡ് കോസെക്സ് ആണെങ്കിൽ 0 മുതൽ π വരെ നമുക്ക് നേരിട്ട് കോസെക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? കാരണം എന്താ, കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്, കോസ് 180 -1 ആണ്. ഇങ്ങനെയാണ് കോസിന്റെ വാല്യൂ വരിക. അപ്പോൾ അതായത് ഇത് 0 ആണ്. 0 മുതൽ π വരെ കോസെക്സ് π/2 വരെ പോസിറ്റീവും π/2 ശേഷം നെഗറ്റീവും ആണ്. അപ്പം ഈ ലിമിറ്റ് 0 മുതൽ π വരെ നേരിട്ട് അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. അവിടെ ഇന്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. എങ്ങനെയാണ്? 0 മുതൽ π/2 വരെ പോസിറ്റീവ് ആയിട്ടുള്ള കോസെക്സ് പ്ലസ് π/2 മുതൽ π വരെ നെഗറ്റീവ് ആയിട്ടുള്ള കോസെക്സ് മൈനസ് കോസെക്സ് dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം കോസെക്സിന്റെ കേസിൽ നിങ്ങൾ ചെയ്യാനായിട്ട്. അതും മുൻപ് ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ആവരുത്. ഇവിടെ നമുക്ക് പ്രശ്നമില്ല. 0 മുതൽ π വരെ സൈൻ എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. സോ 2/π ഇൻറ്റു സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസെക്സ് ഓവർ ദ ലിമിറ്റ് 0 to π, നെഗറ്റീവ് ഇങ്ങോട്ട് പുറത്തെടുത്തോളൂ, മൈനസ് 2/π ഇൻറ്റു കോസെക്സ് ഓവർ ദ ലിമിറ്റ് 0 to π. കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ കോസ് π മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ കോസ് 0. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2/π ഇൻറ്റു കോസ് π -1 കോസ് 0 1 മൈനസ് 2/π ഇൻറ്റു -1 -2 -2 ഇൻറ്റു -2 4 വരും, 4/π. ഓക്കെ, ക്ലിയർ അല്ലേടാ? 4/π ആണ് നമുക്ക് എന്ത് കിട്ടുക? a0 കിട്ടുക. സോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? an കണ്ടുപിടിക്കണം. a0 ഒന്ന് ഇവിടെ എഴുതി വെച്ചേക്കാം. a0 എന്ന് പറയുന്നത് 4/π. a0 is equal to 4/π. സോ അടുത്ത നമ്മുടെ ജോലി എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? an കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. bn കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, bn 0 ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി an കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് an കണ്ടുപിടിക്കാം. an is equal to 1/l. l എന്ന് പറയുന്ന പൈ ആണ്. സോ 1/π ഇൻറ്റു ഇന്റഗ്രൽ -π to π f of x എന്ന് പറഞ്ഞാൽ മോഡ് സൈൻ എക്സ് ഇൻറ്റു കോസ് nπx/ എല്ലിന്റെ വാല്യൂ പൈ ആണ്. കോസ് nπx/π കോസ് nx വരും dx. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് സൈൻ എക്സ് എന്നുള്ളത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് എന്നുള്ളത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാലും ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. -a to a ഈവൻ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതെന്താവും? 2 times 0 to a ആവും. അപ്പോൾ 2 times 0 to π. 0 to πയിൽ മോഡ് സൈൻ എക്സ് പോസിറ്റീവ് സൈൻ എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സൈൻ എക്സ് തന്നെ ഇൻറ്റു കോസ് nx dx. ക്ലിയർ ആണല്ലോ? സോ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π സൈൻ എക്സ് ഇൻറ്റു കോസ് nx dx. സോ ഇവിടെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? സൈൻ എ ഇൻറ്റു കോസ് ബി ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഓർമ്മയുണ്ടോ മക്കളെ? സൈൻ എ കോസ് ബി എന്തായിരുന്നു? നമ്മൾ a0ന്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. a0 4/π ആയിരുന്നു എന്നല്ലേ? 4/π. യെസ്. സൈൻ എ കോസ് ബി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണേ. സൈൻ എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. സൈൻ എ കോസ് ബി എന്താണ്? 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഓക്കെ, അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു
0 to pi sin a cos b എന്താണ് വരിക? 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എൻ എക്സ് പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എൻ എക്സ്. ഓക്കെ ആണല്ലോ, ഡി എക്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കട്ട് ചെയ്ത് കളയാം? 2 കട്ട് ചെയ്ത് കളയാം, ശരിയല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, നമുക്ക് കട്ട് ചെയ്താം. സോ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. ഇവിടെ നമുക്ക് സൈൻ ഓഫ് രണ്ട് ടേംസിലും എക്സ് പുറത്തെടുക്കാം, 1 + n ഇൻറ്റു എക്സ് എന്ന് എഴുതാം. പ്ലസ് സൈൻ ഓഫ് ഇവിടെയും നമുക്ക് എക്സ് പുറത്തെടുത്താൽ 1 - n ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അത്രയും എന്താണ്? ഡി എക്സ്. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 1 + n ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 1 + n അല്ലെ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഗെയിൻ സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 1 - n ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 - n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ π വരെ. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, വേണമെങ്കിൽ മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്തോളൂ. -1/π എന്നാക്കാം. ഇനി എക്സിന് വാല്യൂ കൊടുക്കുക, കോസ് ഓഫ് 1 + n ഇൻറ്റു π ഡിവൈഡഡ് ബൈ 1 + n. മൈനസ് പുറത്ത് വന്നു, ബാക്കി പ്ലസ് ഉണ്ടാവും ഇവിടെ. കോസ് 1 - n ഇൻറ്റു π ഡിവൈഡഡ് ബൈ 1 - n. ഓക്കെ, നമുക്കറിയാം കോസ് nπ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 n ആണ് അല്ലെ? കോസ് nπ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 n ആണ്. ഓക്കെ, അപ്പോൾ കോസ് 1 + n ഇൻറ്റു π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 n + 1 ആയിരിക്കും അല്ലേ? 1 + n തന്നെ മുകളിൽ വരും. കോസ് 1 - n ഇൻറ്റു π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 n ആയിരിക്കും. ഓക്കെ, n + 1 എന്നോ 1 + n എന്നോ ഇഷ്ടമുള്ള പോലെ എഴുതാം. ശരിയാണല്ലോ? സോ അത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -1/π ഇൻറ്റു കോസ് 1 + n ഇൻറ്റു π എന്ന് പറഞ്ഞാൽ -1 + n ഡിവൈഡഡ് ബൈ 1 + n പ്ലസ് കോസ് 1 - n എന്ന് പറഞ്ഞാൽ -1 n ഡിവൈഡഡ് ബൈ 1 - n. ഓക്കെ, ഇത് അപ്പർ ലിമിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ടില്ല നമ്മൾ. ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ചോണേ മക്കളെ. ലോവർ ലിമിറ്റ് മൈനസ് കോസ് 1 + n ഇൻറ്റു 0, കോസ് 0 1 ആണ്, -1/1 + n മൈനസ് നമ്മൾ മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്തായിരുന്നു അല്ലേ? മൈനസ് പുറത്തെടുത്തായിരുന്നു നമ്മൾ, എന്നിട്ടായിരുന്നു നമ്മൾ ലിമിറ്റ് കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ടേമിന് ലിമിറ്റ് കൊടുത്താൽ മതി. ഇവിടെ 0 കൊടുക്കുമ്പോഴത്തേക്കിനും കോസ് 0 1 വരും ബൈ 1 + n പ്ലസ് ഇവിടെയും കോസ് 0 1 വരും ബൈ 1 - n അല്ലേ? ലോവർ ലിമിറ്റ് മറന്നു വരുത് കേട്ടോ, ലോവർ ലിമിറ്റ് മറന്നു വരുതേ. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -1/1 + n മൈനസ് ഓഫ് പ്ലസ് 1/1 - n -1/1 - n. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു -1/π ഇൻറ്റു ഡിനോമിനേറ്റർ നോക്കുക, 1 + n ഉണ്ട്, 1 + n ഉണ്ട്, അത് ഒറ്റ ടൈം ആക്കുക. -1 * 1 + n -1/1 + n. ഇവിടെ 1 - n 1 ഉണ്ട്, -1 * 1 - n -1/1 - n. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇത് എന്തിൻ്റെ വാല്യൂ ആണ്? ഇത് നമ്മുടെ an-ന്റെ വാല്യൂ ആണ്. bn 0 ആണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ an-ന്റെ വാല്യൂ ആണ്. an is equal to -1/π ഇൻറ്റു -1 * 1 + n -1/1 + n പ്ലസ് -1 * 1 - n -1/1 - n. ഇത് എന്തിൻ്റെ വാല്യൂ ആണ്? നമ്മുടെ an-ന്റെ വാല്യൂ ആണ്. നമുക്കറിയാം സിഗ്മ n is equal to 1 to ∞ an cos n/x/l എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ വരിക.
1 കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 1 കൊടുത്താൽ 1 - 1 0 ആവും. ഇപ്പൊ പ്രൊവൈഡഡ് n നോട്ട് ഈക്വൽ ടു 1 ആണ്. ശരിയല്ലേ? പ്രൊവൈഡഡ് n നോട്ട് ഈക്വൽ ടു 1 ആണ്. എന്നിന് എന്താവാൻ പറ്റില്ല? 1 ആവാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം എന്നിന് 1 ആകുമ്പോൾ ഉള്ള വാല്യൂ എന്താണെന്ന് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് എന്നിന് 1 കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നിന് 1 ആകുമ്പോൾ എന്താണ് വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മുടെ an-ന്റെ ഫോർമുല എന്തായിരുന്നു? an is equal to 1/π ഇന്റഗ്രൽ -π to π sin x into cos nx എന്നായിരുന്നു നമ്മുടെ ഫോർമുല. ഓക്കെ, മോഡ് sin x ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്ത് 2/π ഇന്റഗ്രൽ 0 to π sin x into cos nx dx എന്നായിരുന്നു നമ്മുടെ ഫോർമുല. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി a1 നമ്മൾ ഇതാണ് നമ്മുടെ an. ഇതിവിടെ n ഈക്വൽ ടു 1 ഇവിടെ പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? a1 നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, a1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/π ഇന്റഗ്രൽ 0 to π n-ന് 1 കൊടുക്കുക sin x into cos n-ന് 1 കൊടുത്താൽ cos x dx. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നോക്കാം. സോ ബാക്കി നോക്കിയോളൂ. a1 is equal to, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഉള്ളിലേക്ക് വന്നാൽ 2 sin x cos x എന്ന റിസൾട്ട് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. എന്താണ് 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2x ആണ് അല്ലേ? 2 sin θ cos θ sin 2θ ആണ്. ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 1/π into ഇന്റഗ്രൽ 0 to π sin 2x dx. ഓക്കെ, so this is equal to 1/π into sin 2x ന്റെ ഇന്റഗ്രൽ minus cos 2x divided by 2 over the limit 0 മുതൽ π വരെ. കോൺസ്റ്റന്റ് ഒക്കെ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തോളൂ. -1/2π into cos 2x-ന് മാത്രം നമ്മൾ 0 to π ലിമിറ്റ് കൊടുത്താൽ മതി. സോ -1/2π into അപ്പർ ലിമിറ്റ് കൊടുത്താൽ x-ന് π കൊടുക്കുക, cos 2π minus cos 0. ഓക്കെ, cos 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. -1/2π into cos 2π 1 വരും, cos 0 1 വരും. 1 - 1 ഉള്ളത് കൊണ്ട് എന്ത് വരും? ആൻസർ 0 വരും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ a1-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. a1-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? a1 0 ആണ്. അത് നമ്മൾ സെപ്പറേറ്റ്ലി എഴുതണം. a1-ന്റെ വാല്യൂ 0. ഇത് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആ റിസൾട്ട് എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. n-ന് 1 കൊടുക്കാൻ n-ന് 1 കൊടുത്താൽ അതിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ആൻഡ് n-ന് 1 നമുക്ക് ഇവിടെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ 1 ഇപ്പൊ ആക്ച്വലി നമ്മൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ പ്ലസ് സിഗ്മ n ഈക്വൽ ടു 2 to infinity എന്നായിരുന്നു എഴുതേണ്ടത്. ഇവിടെ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 0 ആയതുകൊണ്ട് ഡയറക്ട്ലി സിഗ്മ n ഈക്വൽ ടു 2 to infinity എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 1 to infinity കൊടുക്കാൻ പറ്റില്ല, കാരണം 1 - 1 0 ആവുന്നതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ആ ഡെഫിനേഷനും കൂടെ എഴുതിയാൽ നമ്മുടെ ഈ വാല്യൂസ് bn 0 ആണെന്ന് ഓൾറെഡി നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. bn 0 ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ ഓഡ് ഫംഗ്ഷൻ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആണെന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? f(x) is equal to a0/2 plus sigma n is equal to 1 to infinity an cos nx. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഈ bn-ന്റെ ടേം എഴുതേണ്ട ആവശ്യമില്ല, 0 ആയതുകൊണ്ട്. ഇതായിരുന്നു സ്റ്റാൻഡേർഡ്. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. a0 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/π ആണ് by 2 plus sigma n is equal to 2 to infinity. 1 കൊടുക്കാൻ പറ്റില്ല, കാരണം അറിയാലോ 1 കൊടുത്താൽ പ്രശ്നമാണെന്ന് നമുക്കറിയാം. an നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. an is equal to എന്തായിരുന്നു? സോ ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന an-ന്റെ വാല്യൂ. ആ വാല്യൂ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. -1 raised to 1 plus n -1 divided by 1 plus n plus -1 raised to ഒരു -1/π ഉണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട്. -1/π ശ്രദ്ധിച്ചെഴുതണേ. -1/π -1 raised to 1 plus n -1/1 plus n
പ്ലസ് -1 മൈനസ് n മൈനസ് 1/1 മൈനസ് n ani cos nx. Okay, so this is the required representation. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെറ്റല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഫോറിയർ സീരീസ് ടു റെപ്രസെന്റ് ദ ഫംഗ്ഷൻ f of x equal to 0 for -π less than x less than 0 and 1 for 0 less than x less than π. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം -π മുതൽ π വരെയാണ്, പക്ഷേ ഓഡിയവിന് എടുക്കാൻ പറ്റില്ല കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്താണ് തന്നിട്ടുള്ളത്. ശരിയല്ലേ? -π മുതൽ 0 വരെ 0 ആണ് ആൻസർ, 0 മുതൽ π വരെയാണ് 1 എന്നുള്ള ആൻസർ വരും. ഓക്കെ, സോ ഇതാണ് എ വാല്യൂ -π ആണ്, ബി വാല്യൂ π ആണ്. അപ്പോൾ എൽ കണ്ടുപിടിക്കാം. എൽ എന്ന് പറയുന്നത് b-a/2 ദാറ്റ്സ് ഈക്വൽ ടു π മൈനസ് -π/2 ഈക്വൽ ടു π പ്ലസ് π ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു π. 2 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എൽ കണ്ടുപിടിച്ചു. ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതിക്കോളൂ. f of x is equal to a0/2 plus sigma n is equal to 1 to infinity an cos n pi x by pi. ഇപ്പോൾ cos nx എന്ന് വരും. ഓക്കെ, n pi x ബൈ എല്ലിൻ്റെ വാല്യൂ പൈ അല്ലേ, അപ്പോൾ cos nx എന്ന് വരും. പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin n pi x by pi, ഇപ്പോൾ sin nx എന്ന് കിട്ടും. ശരിയാണല്ലോ? സോ a നോട്ടിൻ്റെ വാല്യൂ എന്താണ്? a നോട്ട് is equal to 1/L integral alpha to alpha plus 2L f of x dx is equal to, ഇതും കണ്ടുപിടിച്ചേക്കാം അല്ലേ, 1/π നോക്കുക, ഇൻ്റഗ്രൽ -π മുതൽ 0 വരെ, -π മുതൽ 0 വരെ f of x 0 ആണ് dx പ്ലസ് 0 മുതൽ π വരെ f of x 1 ആണ്, 1 dx. ഇങ്ങനെയാണ് കേട്ടോ. ശരിയാണല്ലോ? ആ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. അങ്ങനെയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ തന്നെ 1/π ഇൻറ്റു 0ൻ്റെ ഇൻ്റഗ്രൽ 0 വരും, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും, ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക π, ലോവർ ലിമിറ്റ് 0 കൊണ്ട് കൊടുക്കണ്ട, π കട്ട് ചെയ്താൽ ആൻസർ 1 വരും. ഓക്കെ, സോ എ നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് എഴുതിട്ടോളൂ. എ നോട്ട് ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? an കണ്ടുപിടിക്കാം. ഓക്കെ, anൻ്റെ ഫോർമുല എന്താണ്? an is equal to 1/L integral alpha to alpha plus 2L f of x into cos n pi x divided by L dx. So this is equal to 1/L ൻ്റെ വാല്യൂ പൈ ആണ്, ഇൻ്റഗ്രൽ എന്താണ് -π മുതൽ 0 വരെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -π മുതൽ 0 വരെ എഫ് ഓഫ് എക്സ് 0 ആണ്, 0 ഇൻറ്റു കോസ് nx n/x/L എന്ന് എഴുതിയാലും 0 തന്നെയാണ്, പ്ലസ് 0 മുതൽ π വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്, 1 ഇൻറ്റു കോസ് n/x ഡിവൈഡഡ് ബൈ എൽ വാല്യൂ π ആണ് dx. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു, നമുക്ക് ഇവിടെ π നമുക്ക് കട്ട് ചെയ്യാം, കോസ് nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ nx ഡിവൈഡഡ് ബൈ n, ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ π വരെ. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ nπ ബൈ n, ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0 ബൈ n. സോ 1/π ഇൻറ്റു സൈൻ nπ 0 ആണ്, സൈൻ 0 0 ആണ്. സോ 0 മൈനസ് 0 എന്നാണ് കിട്ടുക. ആൻസർ എന്താണ്? 0. സോ എൻ്റെ വാല്യൂ എന്താണ്? 0. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. bnൻ്റെ ഫോർമുല എന്താ? bn is equal to 1/L integral alpha to alpha plus 2L f of x into sin n pi x divided by L dx is equal to 1/π integral -π മുതൽ 0 വരെ 0 dx വരും,
0 മുതൽ പൈ വരെ എഫ് ഓഫ് എക്സ് 1 ആണ്. 1 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ വാല്യൂ പൈ ആണ് ടി എക്സ്. പൈ കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു പറഞ്ഞേ സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഓവർ ദ ലിമിറ്റ് 0 മുതൽ പൈ വരെ. ഓക്കെ, മൈനസ് 1/n കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ട് പുറത്തെടുക്കാം. മൈനസ് 1/πn ഇൻറ്റു കോസ് എൻ എക്സ് ഓവർ ദ ലിമിറ്റ് 0 മുതൽ പൈ വരെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. മൈനസ് 1/πn ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ കോസ് എൻ പൈ, ലോവർ ലിമിറ്റ് കൊടുത്താൽ കോസ് 0 വരും. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/πn ഇൻറ്റു കോസ് എൻ പൈ മൈനസ് 1/n മൈനസ് കോസ് 0 1 വരും. ഓക്കെ, ഈ മൈനസ് വേണമെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കാം. പ്ലസ് 1 ആദ്യം എഴുതാം, മൈനസ് 1/n രണ്ടാമത് എഴുതാം, ഡിവൈഡഡ് ബൈ πn. സോ 1 മൈനസ് 1/n/πn അതാണ് നമ്മുടെ ബി എന്നിൻ്റെ വാല്യൂ. 1 മൈനസ് 1/n ഡിവൈഡഡ് ബൈ πn. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് എല്ലാം കൂടെ ഈ ഫസ്റ്റിലത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ therefore f of x is equal to a0/2, a0 1 ആണ്, 1/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ ഈ ടേം 0 വരും, പ്ലസ് സിഗ്മ n is equal to 1 to infinity bn എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/n ഡിവൈഡഡ് ബൈ πn എന്ന് വരും, സൈൻ nx. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് ഇവിടെ വേണമെങ്കിൽ 1/π ഇങ്ങോട്ട് പുറത്തെടുക്കാം. സിഗ്മ n is equal to 1 to infinity 1 മൈനസ് 1/n ഡിവൈഡഡ് ബൈ n ഇൻറ്റു സൈൻ nx ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ എക്സാമിന് ഇതൊക്കെ മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയുമായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.